ഹേ ഗൈസ്, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് കുന്നിക്കുരു ഒന്ന് മുളപ്പിച്ച് നോക്കിയാലോ. നമ്മൾ തലേദിവസം തന്നെ നമ്മൾ കുറച്ച് വിത്തെടുത്ത് കുതിരായിട്ടായിരുന്നു കേട്ടോ. ഇത്രയും കുന്നിക്കുരുവാണ് നമ്മൾ മുളപ്പിക്കാൻ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടി. നമ്മളത് ജസ്റ്റ് ചെറിയൊരു പാത്രത്തിലേക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ ചെറിയൊരു അടപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സീഡ് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ മഞ്ചാടിക്കുരുവൊക്കെ പോലെ ഈ സംഭവം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല രസമാണ്. പക്ഷേ ഇത് പോയിസൺ കൂടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ നമുക്കൊരു 5-8 വിത്തോളം മുളച്ച് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ഇവിടെ നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം വളമൊക്കെയുള്ള മണ്ണാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വെറും മണ്ണ് മാത്രമല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ കൈകൊണ്ട് തൊടാണ്ട് ഒരു ഇല ഉപയോഗിച്ച് ഈ വിത്ത് ഇങ്ങനെ എടുത്ത് നേരെ ഗ്രോ ബാഗിലേക്ക് ഇടുവാണ് കേട്ടോ. ഏകദേശം സെൻറ്ററിലേക്ക് നമ്മുടെ വിത്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മണ്ണിട്ടങ്ങ് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. ഏകദേശം 2 ദിവസം കൊണ്ട് മുളച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ 8 ഗ്രോ ബാഗുകളും നിറച്ച് 8 എണ്ണത്തിൽ നട്ടിട്ടുണ്ടേ. മുളയ്ക്കാത്ത വിത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളേ. അതുമായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.